അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 16 വ്യാഴാഴ്ച. വനം നിയമ ഭേദഗതി ഉപേക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നിലവിലെ ഭേദഗതിയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെന്നും ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമവും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനം നിയമ ഭേദഗതി ഉപേക്ഷിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. സർക്കാരിന്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവുമുണ്ടെന്ന് പറഞ്ഞ പാംപ്ലാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തിൽ എടുത്തെന്നും അഭിപ്രായപ്പെട്ടു. സർക്കാർ തീരുമാനം വൈകി എന്ന് അഭിപ്രായമില്ലെന്നും അവരുടെ ആത്മാർത്ഥത സംശയിക്കുന്നില്ലെന്നും കേന്ദ്രവും സത്വര ഇടപെടൽ നടത്തണമെന്നും ജോസഫ് പാംപ്ലാനി കൂട്ടിച്ചേർത്തു. വനം നിയമ ഭേദഗതിയിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ പിന്മാറ്റം തങ്ങൾ നയിച്ച പോരാട്ടത്തിന്റെ വിജയമാണെന്ന് മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ. കർഷക മനുഷ്യത്വ വിരുദ്ധ ബില്ലിൽ നിന്നുള്ള സർക്കാർ പിന്മാറ്റം ബില്ലിനെതിരെ നയിച്ച ജനകീയ യാത്രയുടെ വിജയമാണെന്നും പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നുവെന്നും പോരാട്ടത്തിന് പിന്തുണ നൽകിയ UDF നേതാക്കൾക്ക് നന്ദി പറയുന്നുവെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുന്നതിന് 570 തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസിസ്റ്റന്റ് സർജൻമാരുടെ 5 തസ്തികകളും ഗ്രേഡ് 2 നഴ്സിംഗ് ഓഫീസർമാരുടെ 150 തസ്തികകളും ഗ്രേഡ് 2 ഫാർമസിസ്റ്റുകളുടെ 250 തസ്തികകളും ഗ്രേഡ് 2 ലാബ് ടെക്നീഷ്യന്മാരുടെ 135 തസ്തികകളുമാണ് പുതിയതായി സൃഷ്ടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അൻവർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ടാവാമെന്നും അതിനുവേണ്ടി തന്നെയും തന്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം ധർമ്മടത്ത് മത്സരിക്കണോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൻവർ അല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സെക്രട്ടേറിയറ്റിന് മുൻപിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫ്ലെക്സ് സ്ഥാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സർക്കാരിന്റെ ഉത്തരവ് തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ലംഘിച്ചിരിക്കുന്നതെന്നും സംഘടന ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും ഹൈക്കോടതി പറഞ്ഞു. സംഘടനാ ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാർ ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അധിക്ഷേപങ്ങൾക്കിടയിൽ കുറച്ച് പുകഴ്ത്തലാകാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഴ്ത്തുപാട്ട വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. CPM അനുകൂല കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി 100 വനിതാ ജീവനക്കാരാണ് സംഘഗാനം ആലപിക്കുക. പ്രസ്തുത ഗാനം നേരത്തെ പുറത്തായതോടെയാണ് ഇത് വലിയ ചർച്ചയായത്. ഭക്ഷ്യസുരക്ഷയിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. രോഗത്തിന് ചികിത്സിക്കുക മാത്രമല്ല, രോഗം വരാതെ നോക്കുന്നതും പ്രധാനമാണ്. ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനാകുന്ന ജനറൽ പർപ്പസ് ഫണ്ടിന്റെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചത്. വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 3 വഞ്ചന കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് തീരുമാനം. പത്രോസ് താളൂർ, സായൂജ്, ഷാജി എന്നിവർ നൽകിയ പരാതികളിലെ കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ആത്മഹത്യാ പ്രേരണ കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് പ്രതികൾ. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ നിർണായക നിരീക്ഷണങ്ങളുമായി ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണം ആണെന്ന് കോടതിക്ക് നിഗമനത്തിൽ എത്തേണ്ടിവരുമെന്നും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങളുടെ വാദം പരിഗണിക്കാമെന്നും കോടതി പറഞ്ഞു.
നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ ഭാര്യ സുലോചന നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ മണ്ഡപം തുറന്ന് പരിശോധിക്കണമെന്ന ഹൈക്കോടതി വിധിയോട് പ്രതികരിച്ച് മകൻ സനന്ദൻ. കോടതി വിധിയെ മാനിക്കുന്നതായി പറഞ്ഞ അദ്ദേഹം ഇതെല്ലാം അച്ഛൻ പൂജ ചെയ്തിരുന്ന ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്ന് ആരോപിച്ചു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിവാദമായ സമാധി ഇന്ന് തുറന്ന് പരിശോധിക്കും. ഹൈക്കോടതി അനുമതി നൽകിയതോടെയാണ് തീരുമാനം. പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. ഇന്ന് രാവിലെ നടപടികൾ തുടങ്ങുമെന്നാണ് പോലീസ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ച് ഹൈക്കോടതി. നടി ഹണിറോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയിൽ ഹൈക്കോടതി സ്വമേധയെടുത്ത കേസും തീർപ്പാക്കി. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ നിരുപാധികമായുള്ള മാപ്പപേക്ഷ കോടതിയിൽ നൽകിയതോടെയാണ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അവസാനിപ്പിച്ചത്. ഇനിമേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന താക്കീതാണ് നൽകിയത്. ഹണിറോസ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ ഇനിയും ഉദ്ഘാടനങ്ങൾക്കായി ക്ഷണിക്കുമെന്ന് വ്യവസായി ബോബി ചെമ്മണ്ണൂർ. ഇതിലൂടെ എല്ലാ കാലത്തും താൻ ഉദ്ദേശിച്ചത് മാർക്കറ്റിംഗ് മാത്രമാണെന്നും ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ സൌകര്യമൊരുക്കിയെന്ന ആക്ഷേപത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് വേണമെന്ന് മുഖ്യമന്ത്രി ജയിൽ ഡിജിപിയെ വിളിച്ചുവരുത്തി നിർദ്ദേശം നൽകി. സംഭവം ജയിൽ ആസ്ഥാന ഡിജിപി അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പത്തനംതിട്ട പീഡന കേസിൽ ഇതുവരെ 51 പേർ അറസ്റ്റിലായി. പ്രതികളുടെ എണ്ണം 60ആയി ഉയർന്നു. ചിലർ ഒന്നിലേറെ കേസുകളിൽ പ്രതികളാണെന്നും വിദേശത്തുള്ള 2 പേർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയെന്നും പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ പറഞ്ഞു. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ പള്ളികളുടെയും വിശ്വാസികളുടെയും കണക്കെടുക്കുന്നത് തടയണമെന്ന ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യമാണ് സുപ്രീംകോടതി നിരാകരിച്ചത്. അതേസമയം കണക്കെടുപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിക്ക് മാത്രമേ ബെഞ്ച് കൈമാറാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് നാളെ ആചാര പരിഷ്കരണ യാത്ര എന്ന പേരിൽ പദയാത്ര നടത്തുമെന്ന് ശിവഗിരി മഠം. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പദയാത്രയ്ക്ക് നേതൃത്വം നൽകും. ദേവസ്വം ബോർഡ് സവർണ ജനതയുടെ അധികാര കുത്തകയായി മാറാതെ മതപരിഷ്കരണത്തിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് സംവരണം നടപ്പാക്കണമെന്ന ആവശ്യവും ശിവഗിരി മഠം ഈ പദയാത്രയിൽ മുന്നോട്ടുവയ്ക്കും. 2023 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. 2ാം സ്ഥാനം കൊച്ചി സിറ്റിയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനും 3ാം സ്ഥാനം ആലപ്പുഴയിലെ പുന്നപ്ര പോലീസ് സ്റ്റേഷനും പാലക്കാട് ടൌൺ നോർത്ത് പോലീസ് സ്റ്റേഷനും പങ്കിട്ടു. അതേസമയം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായും ദേശീയ തലത്തിൽ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായും പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തിരുന്നു. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ തിരിമറി നടന്നതായി പരാതി. മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തിരിമറി കണ്ടെത്തിയതായി പ്രതിപക്ഷം പറഞ്ഞു. കോട്ടയം നഗരസഭ തനത് ഫണ്ടിലെ തുകയാണ് ഇത്. വായനാ അനുഭവങ്ങളും പുതിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ക്ഷണിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ വർഷം വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സതീശന്റെ ക്ഷണം. കാട്ടാക്കട അശോകൻ വധക്കേസിൽ RSS പ്രവർത്തകരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 50,000 രൂപ വീതം പിഴയും 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തവും 50,000 പിഴയുമാണ് കോടതി വിധിച്ചത്. കേസിലെ 8 പ്രതികളും RSS പ്രവർത്തകരാണ്. 2013 CPM പ്രവർത്തകനായ അശോകനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിക്കൊന്നത്. നീണ്ട 9 വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത്.
റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മകനെ രക്ഷിക്കാനായി മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകി തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിന്റെ പിതാവ്. യുദ്ധത്തിൽ പരുക്കുപറ്റി മോസ്കോയിൽ ചികിത്സയിൽ കഴിയുകയാണ് ജെയിൻ. ഇലക്ട്രിക്കൽ ജോലി വാഗ്ദാനം ചെയ്താണ് മകനെ റഷ്യയിൽ എത്തിച്ചതെന്ന് പിതാവ് പറയുന്നു. കൊച്ചി തീരത്ത് നിന്ന് 25,000 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയ കേസിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് തിരിച്ചടി. കേസിൽ അറസ്റ്റിലായ ഇറാനിയൻ പൌരൻ സുബൈറിനെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി. പാകിസ്ഥാനിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലേക്ക് ലഹരി കടത്തി എന്നായിരുന്നു NCBയുടെ കണ്ടെത്തൽ. പിടിയിലായ സുബൈർ പാകിസ്ഥാൻ പൌരനാണെന്ന വാദമാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത്. കൂടാതെ മയക്കുമരുന്ന് പിടികൂടുമ്പോൾ പാലിക്കേണ്ട മാർഗരേഖകൾ അനുസരിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് പാളിച്ചകൾ സംഭവിച്ചതും പ്രതിയെ വെറുതെ വിടുന്നതിലേക്ക് എത്തിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിലാണ് ഇന്ത്യയ്ക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഭാഗവതിന്റെ പരാമർശം രാജ്യദ്രോഹപരമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭാഗവത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യപ്പെട്ടേനെയെന്നും രാഹുൽ പറഞ്ഞു. നാഗ്പൂരിൽ നിരവധി വിദ്യാർത്ഥിനികളെ പീഡനത്തിനിരയാക്കിയ കരിയർ കൌൺസിലിംഗ് വിദഗ്ധൻ അറസ്റ്റിൽ. കൌൺസിലിംഗിന്റെ മറവിലായിരുന്നു ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിവന്നത്. പെൺകുട്ടികളുടെ വീഡിയോകളും ചിത്രങ്ങളും ഇയാളുടെ ഫോണിൽ പകർത്തിയിരുന്നുവെന്നും ഇത് കാണിച്ച വിദ്യാർത്ഥിനികളെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. SBI ഉപഭോക്താക്കളോട് ഒരു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് അയക്കുന്നതായുള്ള മെസ്സേജ് വ്യാജം. 9,980 രൂപയുടെ SBI നെറ്റ് ബാങ്കിംഗ് റിവാർഡ് പോയിന്റുകൾ ലഭിക്കാനായി ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന APK ഫയലാണ് സന്ദേശത്തിനൊപ്പം പ്രചരിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 15 മാസം പിന്നിട്ട ഗാസ യുദ്ധത്തിന് വിരാമമിട്ട് വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. ഇതോടെ 15 മാസം നീണ്ട യുദ്ധം അവസാനിക്കും. 6 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ധാരണ. ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. 94 ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ പക്കലുള്ളത്. 1000 പലസ്തീനി തടവുകാരെയായിരിക്കും ഇസ്രായേൽ കൈമാറുക. ഖത്തറും അമേരിക്കയും ഈജിപ്തുമാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. മിഠായികളും ചെറികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്ഷ്യവസ്തുക്കളിലും ഫ്രൂട്ട് ഡ്രിങ്കുകളിലും സ്ട്രോബെറി ഫ്ലേവറുള്ള മിൽക്ക് ഷേക്കുകളിലും നിറം നൽകാനായി ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന റെഡ് ഡൈ നമ്പർ 3 എന്ന രാസവസ്തുവിന് നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക. ക്യാൻസർ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ബുധനാഴ്ച നിരോധനോത്തരവ് പുറപ്പെടുവിച്ചത്. ഖോ ലോകകപ്പിൽ ഇറാനെതിരെ ഇന്ത്യൻ വനിതകൾക്ക് വമ്പൻ ജയം. തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ 100-16 എന്ന സ്കോറിനാണ് ഇന്ത്യൻ വനിതകൾ തുടർച്ചയായ രണ്ടാം ജയം സ്വന്തമാക്കിയത്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെയും ഉയർന്ന സ്കോർ കുറിച്ച് വനിതാ ടീം പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയുടെയും പ്രതിക റാവലിന്റെയും സെഞ്ചുറികളുടെ ബലത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യൻ വനിതകൾ 50 ഓവറിൽ 435 റൺസ് അടിച്ചു. 5 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ. 2011 ഇൻഡോറിൽ വിൻഡീസിനെതിരെ 418 നേടിയതാണ് ഇന്ത്യൻ പുരുഷ ടീമിന്റെ ഏകദിനത്തിലെ ഉയർന്ന സ്കോർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.